ഇന്ന് അപ്പൂസുമായിട്ട് ഞാനൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എപ്പോഴത്തെയും പോലെ ഞാൻ പിടിക്കുന്നത് പൂവാറ് തന്നെയാണ്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് സ്പോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ പൂവാറ് പിടിക്കുന്നത്. പൂവാറിലുള്ള എസ്ചറി ഐലൻഡ് റിസോർട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഒരു 2 ദിവസം ഞാനും അപ്പൂസും ഇവിടെയാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. നല്ല വലിയൊരു റിസോർട്ടാണ്. ഓഫ് സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് റേറ്റും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചാണ് കിട്ടിയത്. ഒരുപാട് ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്ന ഒരു റിസോർട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കയറുന്ന റിസപ്ഷൻ്റെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലത്തുമൊക്കെ കാണുന്ന ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ഡിസ്റ്റൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബഗ്ഗിയിലേക്കാണ് നമ്മുടെ റൂമുകളിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. ഇവിടെ ആയുർവേദിക് സ്പായും ജിമ്മും പൂളുകളും ഒരുപാട് കളിസ്ഥലങ്ങൾ, ക്രിക്കറ്റ് ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു തരക്കേടില്ലാത്ത ഒരു 5 സ്റ്റാർ റിസോർട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു എസ്ചറി വ്യൂ റൂമാണ് എടുത്തിരുന്നത്. റൂമിൻ്റെ അകത്തും നല്ല സൗകര്യമുണ്ട്. വലിയൊരു ഡബിൾ ബെഡും TV, കോഫി ഐറ്റംസ്, ചായയൊക്കെ ഇട്ട് കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുപ്പിവെള്ളവും അതുപോലുള്ള സംഭവങ്ങളും ഒരു റീഡിംഗ് ടേബിളും ഒക്കെ ഉണ്ടായിരുന്നു. വിശാലമായിട്ടുള്ള റൂം, സ്മാർട്ട് TV, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം വിത്ത് ഓൾ ഫെസിലിറ്റീസ്, ഡെൻ്റൽ കിറ്റ്, ഷേവിങ് കിറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് റൂമിൻ്റെ ആ ഒരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പൂൾ, ഒന്നിലധികം പൂളുകളുണ്ട്. അതെല്ലാം നമ്മൾ കൊണ്ട് കുറേ നേരം ആ ഒരു ബീച്ച് സൈഡിലിരുന്ന്, ബീച്ച് സൈഡല്ല എസ്ചറി വ്യൂ എന്നാണ് ഇതിനെ പറയുന്നത്, ആ ഒരു സൈഡിലിരുന്ന് നമുക്ക് ബാക്ക് വാട്ടറൊക്കെ കാണാൻ പറ്റും. അപ്പൂസിന് സ്ഥലമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഇവരുടെ തന്നെ ഫ്രീ ഷട്ടിൽ ബോട്ട് കയറി ബീച്ചിലേക്കാണ് പോകുന്നത്. ഒരു കായൽ കടന്ന് വേണം നമ്മൾ ബീച്ചിലൊക്കെ എത്താനായിട്ട്. ഇത് ഫ്രീ ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോട്ട് അവിടെ അവൈലബിൾ ആക്കി തരും. ബീച്ച് വിസിറ്റ് കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് ഹോട്ടലിലെത്തിക്കാനായിട്ട് വീണ്ടും ബോട്ട് അവർ അയച്ചു തരും. കുറേ നേരം ഞങ്ങൾ വൈകുന്നേരം ആ ഒരു ബീച്ചൊക്കെ കണ്ട് അപ്പൂസിന് മണലിലൊക്കെ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വൈകുന്നേരം നമുക്കൊരു ഫ്രീ കോംപ്ലിമെൻ്ററി ടീ ഉണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു ചായക്കട പോലെ ഒരു കിയോസ്ക് പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ബജി, പരിപ്പോട, നല്ല ചൂട് പരിപ്പോട, ചട്നി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി ചായ. ഞാൻ കുറച്ച് നേരം അവിടെ സൈക്കിളൊക്കെ എടുത്ത് അവിടെ കറങ്ങി നടന്നു. അതിനുശേഷം അപ്പുവിന് അവൻ്റെ മനസ്സിൽ ദേഷ്യമുള്ളവർക്കൊക്കെ ഉള്ള ആ ഒരു ദേഷ്യം തീർക്കാനുള്ള ഒരു അവസരമാണ് അവന് കിട്ടിയത്. അതിനുശേഷം കുറേ നേരം ഞങ്ങൾ ഫോട്ടോ സെഷനായിരുന്നു. അവിടെ ഒരു ബോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിലൊക്കെ കയറിയിരുന്ന അപ്പുവിൻ്റെ പല പോസുള്ള കുറേ പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്തു. നല്ല ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് പിള്ളേർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത വീക്കെൻഡ് മറക്കണ്ട, സ്ഥലം പൂവാറ്, റിസോർട്ടിൻ്റെ പേര് എസ്ചറി ഐലൻഡ്.